ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുമണീസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുക്കറിൽ ചോറ് വെച്ചാലോ? എളുപ്പത്തിൽ വിസിലടിക്കാതെ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. അതിലായി 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി അരി എടുക്കുക. അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൻ്റെ അരിയുടെ മുകളിലായിട്ട് നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങുക. വിസിലടിക്കുന്നതിന് മുമ്പ് അതുപോലെ പത വരും. ആ പത വരുന്ന സമയത്ത് ഓഫാക്കി ഇടുക, ഗ്യാസ് ഓഫാക്കി ഇടുക. എയർ ഫുള്ള് പോയി കഴിയുമ്പോൾ നമ്മുടെ ചോറ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും. വിസിലടിക്കരുത്. വിസിലടിച്ച് കഴിയുമ്പോൾ അത് വേവ് മാറിപ്പോവുക ചെയ്യുക. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിസിൽ ഒത്തിരി അടിപ്പിക്കാറുണ്ട് എന്ന്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ചോറ് നല്ല തെർമൽ കുക്കറിൽ വെന്ത് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ എയർ പോയി കഴിയുമ്പോൾ തുറന്ന് അതിൻ്റെ നിറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടി ചേരെ ഇളക്കി വീണ്ടും നിറച്ച് വെള്ളം ഒഴിക്കുക. അരി ചോറിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വീണ്ടും അടച്ച് വെച്ച് നമുക്ക് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാം. അടച്ചു വയ്ക്കുക, ഗ്യാസ് ഓണാക്കി വീണ്ടും വിസിലടിക്കാതെ തന്നെ ആ വിസിലടിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. വിസിലടിക്കരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് വിസിലടിക്കാൻ മുമ്പ് ഒരു ശബ്ദം വരുമല്ലോ, ആ സമയത്ത് അത് ഓഫാക്കിയിട്ടേക്കുക ഗ്യാസ്. അങ്ങനെ ആവുമ്പോൾ ചോറ് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ എല്ലാവരും പറയും ചോറ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കോരിയെടുക്കാമെന്ന്. ഇത് പക്ഷേ അങ്ങനെ അതിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. നമുക്ക് സുഖമായിട്ട് ആ മുകളിലത്തെ ചോറൊക്കെ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റണ പോലെ ഇരിക്കും. ഞാൻ കുക്കർ തുറക്കാൻ പോവാണ്. തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ, ചോറ് നിറഞ്ഞിരിക്കണ കാണാം. വേവും പാകമായിരിക്കും. പിന്നെ അരികളുടെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ചില അരികൾക്ക് ആദ്യത്തെ പോലെ തന്നെ മതിയാവും. ആദ്യത്തെ ആ വിസിലിൻ്റെ ആ ഒരു പാകം മതിയാവുമായിരിക്കും. അതും കൂടി നോക്കി വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്